ജന്തുലോകത്ത് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ വൈവിധ്യങ്ങൾ ഒരുപാടുണ്ട്. ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഓരോ മൃഗങ്ങളുടെയും വിചിത്രവും രസകരവുമായ രക്ഷപ്പെടൽ മാർഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. ആദ്യമായി മുള്ളംപന്നികൾ. മുള്ളംപന്നികളുടെ ശരീരത്തിൽ 2000-ഓളം മുള്ളുകളുണ്ട്. തലയിലും അടിവയറ്റിലും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ശരീരഭാഗങ്ങളിലും മുള്ളുകളുണ്ട്. എന്തെങ്കിലും അപായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവർ തങ്ങളുടെ മുള്ള് ഉയർത്തി വലിപ്പം കാണിക്കുന്നു. എന്നിട്ടും ഇവരെ വന്ന് ആക്രമിക്കുന്ന ഈ ജീവികളുടെ ശരീരത്തിൽ ഇവയുടെ കൂർത്ത മുള്ളുകൾ തളച്ചു കയറുന്നു. ഒരിക്കൽ തറച്ച മുള്ള് പിന്നെ പുറത്തെടുക്കുക എന്നുള്ളത് കഠിനകരമായ ഒരു ദൗത്യമാണ്. മിക്കപ്പോഴും മറ്റു ജീവികളുടെ ശരീരത്തിൽ ഈ മുള്ളുകൾ ഇരുന്ന് പഴുത്ത് വ്രണങ്ങളായി മാറാറുണ്ട്. മുള്ളംപന്നികൾക്ക് മുള്ളുകൾ എറിയാൻ സാധിക്കുമെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അവയ്ക്ക് മുള്ളുകൾ എറിയുവാൻ ഒരിക്കലും സാധിക്കില്ല. ഒപ്പോസം. നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം ചെറിയ സസ്തനിയാണ് ഒപ്പോസം. കങ്കാരുക്കളെ പോലെ ഇവർക്ക് വയറ്റിൽ ഒരു പൗച്ച് ഉണ്ട്. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇവ ചെയ്യുന്ന വിദ്യ കൗതുകമാർന്നതാണ്. ഇവ ചത്തുപോയതുപോലെ അഭിനയിച്ചു കിടക്കാറുണ്ട്. കണ്ണുകൾ പാതി അടച്ച് വായിൽ നിന്നും പത വരുത്തി നിശ്ചലമായി കിടക്കാറുണ്ട് ഇവർ. അതോടൊപ്പം മലമൂത്ര വിസർജനവും ചെയ്ത് ഇവർ സ്വന്തം ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരുത്തുന്നു. അത് കാണുന്ന മറ്റു ജീവികൾ ഇത് ചത്തഴുകി തുടങ്ങിയ ജീവിയാണെന്ന് കരുതി പിന്മാറുന്നു. ഏറ്റവും ഭയം വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ ശരീരം സ്വാഭാവികമായി ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണിത്. അപകട സാഹചര്യത്തിന്റെ ദൈർഘ്യം മനസ്സിലാക്കി മിനിറ്റുകൾ തൊട്ട് മണിക്കൂറുകൾ പോലും ഇവ ഇങ്ങനെ കിടക്കാറുണ്ട്. ഈനാമ്പേച്ചികൾ. ഈനാമ്പേച്ചികളുടെ ശരീരത്തിൽ വലുതും കട്ടികൂടിയതുമായ കവചം പോലെയുള്ള ശൽക്കങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഇതിനെ സ്കെയിൽസ് എന്ന് പറയുന്നു. ഈ കട്ടിയുള്ള സ്കെയിൽസ് ഈനാമ്പേച്ചിയുടെ ശരീരം ആസകലം മൂടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു അപകട സാഹചര്യം മുന്നിൽ വന്നാൽ ഇവ ഉരുണ്ട് ഒരു ബോൾ പോലെ ഇരിക്കുന്നു. സ്കെയിൽസ് കൊണ്ട് ശരീരം മൊത്തം പൊതിഞ്ഞ് ഇവർ അനങ്ങാതെ കിടക്കുന്നു. സിംഹം, കടുവ ഉൾപ്പെടെയുള്ള വലിയ ജീവികൾക്ക് പോലും ഇവരെ നിവർത്തിയെടുത്ത് കഴിക്കുവാൻ സാധിക്കാതെ വരുന്നു. അത്രയും കട്ടി കൂടിയതും ദൃഢവുമാണ് ഇവയുടെ സംരക്ഷണ കവചം. കങ്ക്. കങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം എന്തെന്നാൽ ഇവരുടെ ഏനൽ ഗ്രന്ഥിയിൽ ഒരു ദ്രാവകം പുറപ്പെടുവിപ്പിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു ശത്രുവിനെ കണ്ടാൽ ഇവ വാല് പൊക്കി ഈ ദ്രാവകം സ്പ്രേ ചെയ്യുന്നു. ഈ സ്പ്രേയുടെ അസഹനീയമായ ദുർഗന്ധം മറ്റു ജീവികൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. 3 മുതൽ 4 മീറ്റർ ദൂരം വരെ ഇവർക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുവാൻ സാധിക്കും. ഈ സ്പ്രേയിൽ സൾഫറിന്റെ അംശമാണ് ഉള്ളത്. അതിനാൽ ഇത് ശ്വസിച്ചാൽ കണ്ണു ചൊറിച്ചിൽ, ഛർദിൽ കൂടാതെ കുറച്ചു സമയത്തേക്ക് കാഴ്ചശക്തി പോലും നഷ്ടപ്പെടുന്നു. എന്നാൽ ഏറ്റവും അപകട സമയത്ത് മാത്രമേ ഇവർ ഇങ്ങനെ സ്പ്രേ ചെയ്യാറുള്ളൂ. പഫർ ഫിഷുകൾ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ തന്റെ ശരീരം പെരുക്കി കാണിക്കുന്നതാണ് പഫർ ഫിഷുകളുടെ രീതി. വെള്ളവും വായുവും അകത്തോട്ട് വെടിച്ച് തങ്ങളുടെ ശരീരത്തിന്റെ 3 മടങ്ങ് വരെ വീർപ്പിക്കുവാൻ പഫർ ഫിഷുകൾക്ക് കഴിയും. പെട്ടെന്ന് പഫർ ഫിഷിന്റെ ശരീരം വീർക്കുന്നത് കണ്ട് ഇരപിടിയന്മാർ ഓടിപ്പോകാറുണ്ട്. ചില പഫർ ഫിഷുകളുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. വീർക്കുമ്പോൾ ഈ മുള്ളുകൾ നിവർന്നു വരുന്നു. ഇതുകൂടാതെ തന്നെ പഫർ ഫിഷിന്റെ ശരീരത്തിൽ നല്ല കൊടിയ വിഷമുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സീ കുക്കുംബർ അഥവാ കടൽ വെള്ളരി എന്ന ജീവി ഭയാനകരമായ ശത്രുക്കളുടെ മുമ്പിൽ അകപ്പെടുമ്പോൾ അവയിൽ നിന്ന് രക്ഷപ്പെടുവാനായി ആന്തര അവയവങ്ങൾ ആനൽ ഹോളിലൂടെ പുറത്തേക്ക് എറിയുന്നു. ഇതോടെ ഇരപിടിയന്മാർ അവരുടെ ശ്രദ്ധ ആ പുറത്തേക്ക് എറിയുന്ന അവയവത്തിലേക്ക് മാറുന്നു. ഈ ഒരു അവസരത്തിൽ ഈ ജീവിക്ക് ഓടി രക്ഷപ്പെടുവാനും സാധിക്കുന്നു. ആഴ്ചകൾ കഴിയുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെട്ട ഓർഗൻ പിന്നെയും വളർന്ന് പൂർവ്വരൂപത്തിലേക്ക് ആകുന്നു. ഓക്ടോപ്പസ്. നീരാളികൾക്ക് അവയുടെ നിറം മാറുവാൻ സാധിക്കും. അതായത് ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കുവാൻ ഏത് ചുറ്റുപാടിലാണോ അവർ വിശ്രമിക്കുന്നത് അതേപോലെ അവർക്ക് ശരീരത്തിന്റെ നിറത്തെ മാറ്റുവാൻ സാധിക്കും. അപ്പോഴവ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടുന്നു. അത് മാത്രമല്ല ശത്രുക്കളെ ഭയപ്പെടുത്തുവാൻ നീല മഷി പോലെ ഒരു ദ്രാവകം വെള്ളത്തിലേക്ക് ചീറ്റുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ കുറച്ച് രസകരമായ രക്ഷപ്പെടൽ മാർഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിലും ഉപകാരവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിനെ ബൈ ബൈ.